പറഞ്ഞത് അവരുടെ ജാതിയിൽ ഇങ്ങനെ സ്ത്രീധനമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ കല്യാണം നടത്തിയത്. പക്ഷേ സ്ത്രീധനത്തിന്റെ പേര് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജിമ്മി അടിച്ചു, ഉപദ്രവിച്ചു, ശരിക്കും ഉപദ്രവിച്ചു, സഹിക്കാൻ വയ്യായിരുന്നു. എന്നിട്ട് അവൻ രാവിലെ ഇറങ്ങിപ്പോയി. ഇനി രാത്രി തിരിച്ചു വരുമോന്ന് പോലും അറിയത്തില്ല. ആകെ പ്രശ്നങ്ങളാണ്. അവളുടെ അടുത്ത് ആർക്കും ഒരു സ്നേഹമില്ല, അവളുടെ മക്കളെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിലും നിറത്തിന്റെ പേരിലുമൊക്കെ ജിസ്മോളെ ഭർത്തൃ വീട്ടുകാർ അപമാനിച്ചിട്ടുണ്ട്. ഒരിക്കൽ വീട്ടിൽ നിന്നുകൂടി ഇറക്കി വിട്ടു എന്നാണ് നിള ഇപ്പോൾ പറയുന്നത്. അവിടെ വെച്ച് ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ നാത്തൂനോ ഒക്കെ കുറെ എന്തോ പറഞ്ഞു. അതിന്റെ പേരിൽ അവളെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അന്നേരം പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, പൊയ്ക്കോന്ന് പറഞ്ഞു. കൊച്ചിനെ കൊടുത്തു വിട്ടില്ല, കൊച്ചിനെ അവര് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സഹിക്കാൻ വയ്യാത്ത ടെൻഷനാണ്, വല്ലാതെ പ്രഷറുണ്ട്, ആരും ഇല്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെച്ച് അവളിങ്ങനെ പറഞ്ഞു എനിക്ക് ഒരുപാട് കാര്യം ചേച്ചിയോട് പറയാനുണ്ട്, സഹിക്കാൻ വയ്യാത്ത പല വിഷയങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ കയറി കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു. IAS കാരോടായാലും പോയി സംസാരിക്കാം, അവർക്ക് അങ്ങനെ ഒരു പേടിയും ഭയവും ഇല്ല. ചേച്ചി ഇവരെല്ലാം മനുഷ്യര് തന്നെയല്ലേ, നമ്മളെന്തിനാ പേടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അത്രയും തൻ്റെ ഇടമുള്ളൊരു കുട്ടിയാണ്. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം ചേച്ചി, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം, കുടുംബ പ്രശ്നങ്ങളല്ലേ അതൊക്കെ ശരിയാകും എന്നൊക്കെ പറയും. ഇത് താങ്ങാൻ വയ്യാത്ത കണക്ക് എന്തോ സംഭവിച്ചു. ആത്മഹത്യ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമസ്കാരം. ഹൈക്കോടതി അഭിഭാഷകയായ ജിസ്മോൾ തോമസ് 2 പിഞ്ച് കുഞ്ഞുങ്ങളുമായി ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി സുഹൃത്ത് തിരുവനന്തപുരം സ്വദേശിയും ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന നിളയാണ് ഇക്കാര്യത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. സ്ത്രീധനം കുറഞ്ഞതിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലുമൊക്കെ ജിസ്മോളെ ഭർത്തൃ വീട്ടുകാർ അപമാനിച്ചിട്ടുണ്ട്. ഒരിക്കൽ വീട്ടിൽ നിന്നുകൂടി ഇറക്കി വിട്ടു എന്നാണ് നിള ഇപ്പോൾ പറയുന്നത്. ജിസ്മോൾ നിളയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നിള വ്യക്തമാക്കുകയാണ്. സുള്ളിയല്ലേ ഞാൻ ആയുർവേദത്തിന്റെ PG ചെയ്യുമ്പോൾ അവൾ അവിടെ ലോ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തു. അപ്പൊ ഞങ്ങളവിടെ ഒരു ഹോസ്റ്റലിലായിരുന്നു. അവരുടെ ഹോസ്റ്റലിന്റെ പണി തീർന്നിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ഒരു റൂമിലായിരുന്നു ആദ്യത്തെ 1 വർഷം. പിന്നീട് എന്റെ റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് മാറി. അങ്ങനെ 3 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് നല്ല കമ്പനിയായിരുന്നു. 16 വർഷമായിട്ട് എന്താ പറയാ ഞങ്ങളിങ്ങനെ നല്ലപോലെ തുടർന്നു വന്നു. ഞങ്ങളുടെ സ്നേഹം നല്ലപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ എല്ലാ കാര്യത്തിലും എന്റെ വയ്യായ്മകളിലും ഒക്കെ അവൾ ഉണ്ടായിരുന്നു. എനിക്ക് കാവല് നിന്ന്, മരുന്ന് തന്ന്, ഭക്ഷണം തന്ന്, അങ്ങനെ. പിന്നെ അവളുടെ എന്താ പറയാ എല്ലാ കാര്യങ്ങളിലും ഞാനും ഉണ്ടായിരുന്നു. അവളുടെ അമ്മ മരിച്ചപ്പോഴൊക്കെ അങ്ങനെ ഞങ്ങൾ നല്ലൊരു സൗഹൃദമായിരുന്നു. അപ്പൊ അവൾ എന്ത് കാര്യത്തിന് തിരുവനന്തപുരത്ത് വന്നാലും എന്റെ അടുത്ത് വരും. അപ്പൊ ഞങ്ങള് അവളെയും കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കഴിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ലാസ്റ്റ് വന്നത് നവംബർ 24-നാണ്. എന്താണ് പറഞ്ഞത്? അതായത് പുള്ളിക്കാരിയുടെ കല്യാണ സമയത്ത് ഞാനാണ് ഈ പയ്യനോട് സംസാരിച്ചതും ഒക്കെ ഞാനും കൂടെയാണ്. അപ്പം അന്നേ ഇവര് വലിയ പണക്കാരാണ്, ഇവളൊരു സാധാരണ ഫാമിലിയാണ്. അപ്പൊ അന്നേ ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇതെങ്ങനെ ശരിയാവുമെന്ന്. അപ്പൊ അവര് പറഞ്ഞത് അവരുടെ ജാതിയിൽ ഇങ്ങനെ സ്ത്രീധനമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ കല്യാണം നടത്തിയത്. പക്ഷേ സ്ത്രീധനത്തിന്റെ പേര് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? ഭർത്താവാണോ അതോ? അതായത് ഭർത്താവ് അടിക്കുമായിരുന്നു. അത് എന്റെ അടുത്ത് ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ ഭർത്താവ് അടിച്ച കാര്യം. വീട്ടിൽ നല്ല പ്രശ്നങ്ങളായിരുന്നു. അതായത് ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളായി. ഇവളുടെ അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവർക്കത് അംഗീകരിക്കാൻ വയ്യ, ഈ പയ്യന്റെ വീട്ടുകാർക്ക്. അപ്പൊ അവൾ അവിടെ ഇട്ട് ശരിക്കും അപമാനിച്ചു. അത് പക്ഷെ അവൾക്ക് അവളുടെ അച്ഛനോട് പറയാനും ഒക്കത്തില്ല. അപ്പൊ ഇതിന്റെ പേരിലാണ് അങ്ങനെ. അവിടെ വെച്ച് ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ നാത്തൂനോ ഒക്കെ കുറെ എന്തോ പറഞ്ഞു. അതിന്റെ പേരിൽ അവളെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അങ്ങനെ അതായത് അവളുടെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസത്തിനകം, കല്യാണം നടക്കുന്ന ആ സമയങ്ങളിലും ആയിട്ട്. എന്നിട്ട് ഇവര് സ്വന്തം വീട്ടിൽ പോയി നിന്നു? ഇല്ല, അവള് സെറ്റോ നെറ്റോ ഒരു പരീക്ഷ പഠിക്കാൻ വേണ്ടിട്ട് എറണാകുളത്ത് പോയി നിന്നു. ഈ കുട്ടികൾ കുഞ്ഞുമായിട്ടോ? ഇല്ല, കുഞ്ഞിനെ ഇട്ടിട്ട്, കുഞ്ഞിനെ അവര് കൊടുത്തില്ല. ശരി. അങ്ങനെ
അവള് എറണാകുളത്ത് ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചപ്പോൾ അവള് പറഞ്ഞു ഞാൻ എറണാകുളത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു, കുഞ്ഞു കൊച്ചിനെ ഇട്ടിട്ട് നീ എന്തിനാ പോയി നിൽക്കുന്നേ? അന്നേരം പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, പൊയ്ക്കോന്ന് പറഞ്ഞു. കൊച്ചിനെ കൊടുത്തു വിട്ടില്ല, കൊച്ചിനെ അവര് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അന്ന് ഭയങ്കര നിലവിളിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ജിമ്മി വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അടിച്ചതോ ഉപദ്രവിച്ചോ ഒന്നും പറഞ്ഞില്ല. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, പുറത്താക്കിയിരിക്കുകയാണ്, അങ്ങനെ ചെല്ലാൻ ഒക്കത്തില്ല എന്ന്. ഈ വേറെ എന്ത് ടോർച്ചറിങ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. പിന്നീട് രണ്ടാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പം അവളെ നോക്കാതെ അവളുടെ അമ്മായിയമ്മ ലണ്ടനിൽ പോയി അവരുടെ മോന്റെയോ മോളെ കൊച്ചിനെ നോക്കുമായിരുന്നു. അപ്പൊ അന്നത്തെ സമയങ്ങളിൽ അവള് നല്ല ടെൻഷൻ അനുഭവിച്ചു. 2 പിള്ളേരും അവളും. അവളുടെ അമ്മായിച്ചിന് സുഖമില്ല, ഈ പയ്യന് ജോലിക്ക് പോകണം, അവൾക്ക് ജോലിക്ക് പോകണം. അപ്പൊ ആ സമയത്ത് ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സഹിക്കാൻ വയ്യാത്ത ടെൻഷനാണ്, വല്ലാതെ പ്രഷറുണ്ട്, ആരും ഇല്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അത് അന്ന് പിന്നെ ഞങ്ങള് കുറെയൊക്കെ പറഞ്ഞ് അത് പിന്നെ സോൾവ് ആയി. പിന്നെ മൂന്നാമതൊരു തവണ വിളിച്ചിട്ട്, അത് ഈ ഒരു 8-9 മാസം മുമ്പാ, ജിമ്മി അടിച്ചു, ഉപദ്രവിച്ചു, ശരിക്കും ഉപദ്രവിച്ചു, സഹിക്കാൻ വയ്യായിരുന്നു. എന്നിട്ട് അവൻ രാവിലെ ഇറങ്ങിപ്പോയി, ഇനി രാത്രി തിരിച്ചു വരുമോന്ന് പോലും അറിയത്തില്ല. ആകെ പ്രശ്നങ്ങളാണ്, അവളുടെ അടുത്ത് ആർക്കും ഒരു സ്നേഹമില്ല, അവളുടെ മക്കളെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഓ ശരി. ഈ പുള്ളിക്കാരുടെ നിറത്തിന്റെ പേരിലൊക്കെ അപമാനിച്ചെന്ന് പറയപ്പെടുന്നു. അങ്ങനെ അതുണ്ട്. അത് ആദ്യമേ തൊട്ടേ ഉണ്ടായിരുന്നു. ഈ ജിസ്മോൾ എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പിടിച്ചു നിൽക്കാൻ വേണ്ടി അവസാനം വരെ ശ്രമിക്കും? അവള് നല്ല കഴിവുള്ള കുട്ടി, നല്ല കഴിവും തന്റേടവും ഉള്ള ഒരു മിടുക്കി പെണ്ണായിരുന്നു. എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ഒരു പെൺകുട്ടികൾക്ക് അത്രയും കഴിവുള്ള. കാരണം അവളിപ്പം സെക്രട്ടേറിയറ്റിലൊക്കെ വരുവാണെങ്കിൽ തന്നെ IAS കാരോടായാലും പോയി സംസാരിക്കും. അവൾക്ക് അങ്ങനെ ഒരു പേടിയും ഭയവും ഇല്ല. ചേച്ചി ഇവരെല്ലാം മനുഷ്യര് തന്നെയല്ലേ, നമ്മളെന്തിനാ പേടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അത്രയും തന്റേടമുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെയൊന്നും. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കോളേജ് ടൈം ആയാലും ഈ കല്യാണം വരെയും ഞങ്ങൾ അത്രയും സന്തോഷമായിട്ടായിരുന്നു. ഇവിടെ വരുമ്പോഴായാലും എന്റെ ഹസ്ബൻഡും ഒക്കെ ഒരു നല്ല സ്നേഹമാണ്. ഞങ്ങൾക്കൊരു അനിയത്തിയാണ്, എനിക്ക് വേറെ സിസ്റ്റേഴ്സ് ഒന്നുമില്ല. ഇവളാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും എല്ലാം. അങ്ങനെ അപ്പം നമ്മളെന്താ പറയാ, ഒരു വീട്ടിലെ പോലെയാണ്. അവളുടെ വീട്ടുകാരും അതെ. അങ്ങനെ അവള് പറയില്ല. അവള് കൂടുതൽ എന്തെങ്കിലും അങ്ങേ അറ്റം സഹിക്കാൻ വയ്യാതാകുമ്പോഴാ എന്നെ ഒന്ന് വിളിച്ചിട്ട് ഈ മിണ്ടാതിരിക്കും. ഞാൻ മിണ്ടാതിരിക്കുമ്പോ അറിയാം അവൾക്ക് വയ്യ, എന്തോ കുഴപ്പമുണ്ട്, പറ്റാത്തതാണെന്ന്. പക്ഷെ നമ്മൾ കുത്തി 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 അങ്ങേ അറ്റം ചോദിച്ചെങ്കിലേ ഒരു വാക്ക് മിണ്ടു. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം ചേച്ചി, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം, കുടുംബ പ്രശ്നങ്ങളല്ലേ, അതൊക്കെ ശരിയാകും എന്നൊക്കെ പറയും. ഇത് താങ്ങാൻ വയ്യാത്തവണൊക്കെ എന്തോ സംഭവിച്ചു. പക്ഷെ ആത്മഹത്യ തന്നെയാണോന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ഒന്നും ചാവുന്ന കുട്ടിയൊന്നും അല്ല അത്. അത് അല്ലെങ്കിൽ ആരെങ്കിലും. എന്നിട്ട് April 4th ഇവള് താമസിച്ചിരുന്ന റൂമിൽ ഒരു കുട്ടിയെ വിളിച്ചിരുന്നു. അവളെടുത്ത് പറഞ്ഞു ചേച്ചി ഇവിടെ ഇല്ലാന്നെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു, സങ്കടമായിട്ട് പറഞ്ഞെന്ന്. പക്ഷെ അന്നും വേറെ ഒന്നും ആരെടുത്തും പറഞ്ഞിട്ടില്ല. ഈ November 24th ഞങ്ങള് തമ്മിൽ കാണുമ്പോ അവള് എന്താ പറയാ, ഇവിടെ വന്നപ്പോ തന്നെ ആകെ വല്ലാത്തൊരവസ്ഥയിലാ വന്നത്. ഒരു വയ്യാഴിക പോലെയൊക്കെയാണ്, വയ്യാത്തല്ല, മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം പോലെ. വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് സെക്രട്ടേറിയറ്റിൽ പോയി. ഇവിടെ നേരെ എന്റെ വീട്ടിലേക്കാ വന്നത്. വന്ന് കുളിച്ച് വേഷമൊക്കെ മാറി ഞങ്ങൾ നേരെ സെക്രട്ടേറിയറ്റിൽ പോയി. എന്റെ ഹസ്ബൻഡിന്റെ വണ്ടിയിലാ പോയത്, ഒഫീഷ്യൽ വണ്ടിയിലാ പോയത്. അവിടെ ചെന്ന് നമ്മൾ അവിടെ അകത്തെല്ലാം കയറി എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ഞങ്ങൾ ഒരുമിച്ച് 3 പേരുടെ ഭക്ഷണവും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഹസ്ബൻഡ് വിളിക്കുന്നത്. ഹസ്ബൻഡ് വിളിച്ചിട്ട് കുട്ടിക്ക് തീരെ സുഖമില്ല, നീ എവിടെ പോയി കിടക്കുക, ഇതെല്ലാം അവളുടെ തെറ്റാണെന്ന രീതിയിൽ അയാൾ കുറെ കിടന്ന് ബഹളം വെച്ച്, ഈ കൊച്ചിന് വയ്യാത്തത് ഇവള്. അപ്പൊ അവൾ ആകെ നെർവസ് ആയി. അവൾ എന്നിട്ട് പറഞ്ഞ് മരുന്നിരിക്കുന്ന പോലും അയക്കറിയില്ല, എവിടെയാ മരുന്ന് വെച്ചേക്കുന്ന പോലും അയക്കറിയില്ല കുട്ടികളുടെ. അപ്പൊ അതിനൊക്കെ കിടന്ന് ഭയങ്കര ബഹളം. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവൾ ആകെ ഇൻസൾട്ടഡ് ആയി. എന്നിട്ട് 6 മണിക്ക് പോകാൻ വെച്ചിരുന്ന വണ്ടി പോകാൻ വരുന്നതാ. പക്ഷെ 3 മണിയായപ്പോഴത്തേ പുള്ളിക്കാരി കൊച്ചിന് വയ്യാത്തോണ്ട് ഇറങ്ങി ഞങ്ങൾ അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. അപ്പൊ അവിടെ വെച്ച് അവളിങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യം ചേച്ചിയോട് പറയാനുണ്ട്, സഹിക്കാൻ വയ്യാത്ത പല വിഷയങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ കയറി കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു. ഞാനും കരഞ്ഞു. ഞാനും പോകുന്ന തിരക്കിലായിരുന്നു, എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങ് തിരിച്ചു പോയിട്ട് ഞാൻ അവിടുന്ന് ഫോൺ ചെയ്തിരുന്നു. ഞാൻ എവിടെ പോയാലും വിളിക്കാറുണ്ട്.
വിളിച്ചപ്പോൾ അവളാകെ അന്നേരം ഒന്നും പറയുന്നില്ല, പിന്നീട് എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ള രീതിയില് കല്യാണത്തിരക്കൂടാണല്ലോ, അവളുടെ ബ്രദറിന്റെ കല്യാണമായിരുന്നു. അപ്പൊ പിന്നീടൊക്കെ പറയാ ഇപ്പൊ കുഴപ്പമില്ല ചേച്ചി എന്ന് മാത്രം പറഞ്ഞു. 16 വർഷത്തോളമായി ജിസ്മോളും നിളയും തമ്മിൽ സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. ജിസ്മോളുടെ വിവാഹശേഷം ഭർത്തൃ വീട്ടിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ ജിസ്മോൾ നിളയുമായി പങ്കുവെക്കുമായിരുന്നു. ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും മരണശേഷം ഭർത്തൃ വീട്ടിൽ നിന്നും മകൾക്ക് പീഡനമുണ്ടായി എന്ന് പിതാവും സഹോദരങ്ങളും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ബലപ്പെടുത്തുകയാണ് നിളയുടെ ഈ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ ഭർത്തൃ വീട്ടുകാർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് അന്വേഷണം ശക്തമാക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.